എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐതിഹ്യമാലയിലെ 7ാമത്തെ ഐതിഹ്യമായ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്ന ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞതിന്റെ ബാക്കിയായി ഇതിൽ കേൾക്കാം. വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് അതികഠിനമായി ഒരു വയറ്റുവേദന ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ ദുസ്സഹത്വം നിമിത്തം ഇതിനെന്തു വേണ്ടു എന്ന് ശ്രീകൃഷ്ണസ്വാമിയുടെ അടുക്കൽ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മറുപടി അരുളി ചെയ്തില്ല. അതിനാൽ സ്വാമിയാർ തന്റെ പ്രിയ വയസ്സിനും ദക്ഷിണാമൂർത്തി ഭക്തമണിയുമായ ശിവാങ്ങൾ എന്ന യോഗീശ്വരനോട് ഈ വിവരം പറഞ്ഞു. ആ യോഗീശ്വരൻ ഒരു സിന്ദൂരം കൊടുക്കുകയും സ്വാമിയാർ അത് വാങ്ങി സേവിക്കുകയും ഉദരവ്യാധി ശമിക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം സ്വാമിയാർ തന്റെ ദീനം ഭേദമായ വിവരം ശ്രീകൃഷ്ണസ്വാമി പ്രത്യക്ഷമായപ്പോൾ അറിയിച്ചു. അപ്പോൾ ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് 3 ജന്മം കൂടെ അധികം ആക്കി തീർത്തു എന്ന് ഭഗവാൻ അരുളി ചെയ്തും ഉടനെ മറയുകയും ചെയ്തു. ഇതു കേട്ടപ്പോൾ സ്വാമിയാർക്ക് വളരെ വ്യസനമായി. ഇനിയത്തെ ജന്മങ്ങളിൽ താൻ ആരായിരിക്കുമെന്ന് അറിയുന്നതിനായി ഉടനെ തലക്കുളത്തൂർ ഭട്ടതിരിയെ വരുത്തി വിചാരിപ്പിച്ചു നോക്കി. അപ്പോൾ ഭട്ടതിരി, ഇനി അവിടേക്ക് ചേരപ്പാമ്പ്, കാള, തുളസി ഇങ്ങനെയാണ് 3 ജന്മങ്ങൾ ഉള്ളത്. ആ 3 ജന്മങ്ങളിലും മനുഷ്യനായിട്ട് ഞാനും ജനിക്കും. അവിടേക്ക് അന്ന് ഓരോ ആപത്തുകൾ സംഭവിക്കുകയും അപ്പോൾ രക്ഷിക്കുന്നതിന് ഞാൻ അടുക്കൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. തുളസിയായിട്ടുള്ള 3ാമത്തെ ജന്മത്തിൽ അവിടേക്ക് സായുജ്യം കിട്ടുകയും ചെയ്യും. പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു. ഭട്ടതിരി പറഞ്ഞതുപോലെ തന്നെ സ്വാമിയാർക്ക് പിന്നെ 3 ജന്മങ്ങൾ കൂടി ഉണ്ടായി എന്നും അപ്പോഴെല്ലാം മനുഷ്യജന്മത്തോടു കൂടി ഭട്ടതിരിയും ഉണ്ടായിരുന്നു എന്നും കേട്ടിരിക്കുന്നു. സ്വാമിയാർ 3ാമത്തെ ജന്മത്തിൽ തുളസിയായിട്ട് ജനിച്ചത് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ നിന്ന് തീർത്ഥമൊലിച്ചു വീഴുന്ന ഓവിങ്കലായിരുന്നു. ഒരു ദിവസം ശാന്തിക്കാരൻ കുളിച്ചു വന്ന് അഭിഷേകം കഴിഞ്ഞ് ചന്ദനവും പൂവും ചാർത്താനായി ഭാവിച്ചപ്പോൾ തുളസി കാണായികയാൽ തിരുമുറ്റത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഓവിങ്കൽ ഏറ്റവും ചെറുതായി ഒരു തുളസി നിൽക്കുന്നത് കണ്ട് അതിന്റെ ഒരില എടുക്കാനായി ചെന്നു പറിച്ചപ്പോൾ അത് വേരോടുകൂടി പറഞ്ഞു പോന്നു. അതു കണ്ട് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അത് മുഴുവനും ബിംബത്തിൽ ചാർത്തിയേക്കണം എന്ന് പറയുകയും ശാന്തിക്കാരൻ അപ്രകാരം ചെയ്യുകയും ആ തുളസി ബിംബത്തോടു കൂടി ചേർന്നു പോവുകയും ചെയ്തു. ആ തുളസി സ്വാമിയാരായിരുന്നു എന്നും ജപിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ ഭട്ടതിരിയായിരുന്നു എന്നും പറയുന്നു. ജന്മാന്തരങ്ങളെ കുറിച്ച് ഭട്ടതിരി പറഞ്ഞു കേട്ടപ്പോൾ സ്വാമിയാരുടെ മനസ്സിലെ വ്യസനം അല്പം ശാന്തമായി. ഭട്ടതിരി യഥാക്രമം ബഹുമാനിച്ച് സ്വഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജാതകം തന്നെ സ്വയമേവ ഒന്ന് ഗണിച്ചു നോക്കണമെന്ന് നിശ്ചയിച്ചു. ഗണിച്ചു നോക്കിയപ്പോൾ ഇന്നപ്പോൾ തനിക്ക് ജാതിഭ്രംശം സംഭവിക്കുമെന്നായി കണ്ടു. ജാതകമെല്ലാം എഴുതി കുറ്റം തീർത്ത് സൂക്ഷിച്ചു വെച്ചുവെങ്കിലും തനിക്ക് വരാനിരിക്കുന്ന അധപതനത്തെ കുറിച്ച് ആരോടും പറഞ്ഞില്ല. അതിന്റെ ശേഷം കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും ദരിദ്രനും സമീപസ്ഥനുമായ ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെ ഭട്ടതിരിയുടെ അടുക്കൽ വന്നു ചോദിച്ചു, ഹേ, അവിടുന്ന് പലരോടും പല സംഗതിക്കും പ്രശ്നം പറയുന്നുണ്ടല്ലോ, ഒന്നും തെറ്റൊന്നുമില്ല. എന്നാൽ എനിക്ക് ഈ ദാരിദ്ര്യ ദുഃഖം തീർന്ന് ഒരു ദിവസമെങ്കിലും ജീവിച്ചിരിക്കാൻ സംഗതി വരുമോ? ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ഇതിലധികം വലയേണ്ടതില്ല. ഇപ്രകാരം ആ ബ്രാഹ്മണന്റെ വാക്കുകേട്ട് ആർദ്രമാനസനായി ഭവിച്ച ഭട്ടതിരി കുറഞ്ഞൊരു നേരം കണ്ണടച്ചു വിചാരിച്ചതിന്റെ ശേഷം പറഞ്ഞു, അങ്ങ് ഒട്ടും വ്യസനിക്കേണ്ട. അങ്ങയുടെ ദാരിദ്ര്യം അശേഷം തീരുന്നതിനുള്ള കാലം അടുത്തിരിക്കുന്നു. ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം. അതുപോലെ പ്രവർത്തിച്ചാൽ മതി. എന്തെന്നാൽ ഈ വരുന്ന ദ്വാദശി നാൾ അർദ്ധരാത്രി ആകുമ്പോൾ തൃശിവപ്പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിങ്കൽ പോയി നിൽക്കണം. അപ്പോൾ അതിലെ 2 ബ്രാഹ്മണർ വരും. അവരുടെ പിന്നാലെ കൂടിക്കൊള്ളണം. എന്തു പറഞ്ഞാലും ഒഴിച്ചു പോകരുത്. അവർ അങ്ങേ കബളിപ്പിച്ചു പോകാൻ കഴിയുന്നതും ശ്രമിക്കും. എങ്കിലും വിട്ടുപിരിയരുത്. അവർ പോകുന്നിടത്തേക്ക് അങ്ങേയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊള്ളണം. ഈ കൗശലം പറഞ്ഞു തന്നത് ആരാണെന്ന് ചോദിച്ചാൽ പറയുകയും അരുത്. ഇപ്രകാരം ചെയ്താൽ അങ്ങയുടെ ഈ ദാരിദ്ര്യ ദുഃഖം അശേഷം തീർന്ന് സുഖമായിട്ടിരിക്കാൻ സംഗതി വരും. ഇങ്ങനെ ഭട്ടതിരി പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് വളരെ സന്തോഷമുണ്ടായി. ഭട്ടതിരിയുടെ പ്രശ്നം ഒരിക്കൽ പോലും ആർക്കും തെറ്റാറില്ലാത്തതിനാൽ
കാര്യം സഫലമാകുമെന്ന് ബ്രാഹ്മണൻ നല്ലപോലെ വിശ്വസിച്ചു. എന്നാൽ ഇനി പോയി വന്നിട്ടു കണ്ടുകൊള്ളാം എന്നു പറഞ്ഞു പോവുകയും ചെയ്തു. ഭട്ടതിരി പറഞ്ഞതുപോലെ ദ്വാദശി നാൾ അർദ്ധരാത്രിക്കു മുമ്പേ ബ്രാഹ്മണൻ തൃശൂർ വടക്കേ ഗോപുരത്തിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതിതേജോമയന്മാരായ 2 ബ്രാഹ്മണർ അതിലെ കടന്നു പോകുന്നതായി കണ്ട് അവരുടെ പിന്നാലെ ചെന്നു. അവർ ഇദ്ദേഹത്തെ വിട്ടുപിരിയുന്നതിനായി പല വിധത്തിലും ഉപായങ്ങൾ നോക്കി. ഒന്നും ഫലിക്കയില്ലെന്ന് തീർച്ചയായപ്പോൾ അവർ ചോദിച്ചു, ഹേ, അങ്ങ് എവിടേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ മറ്റേ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങൾ ബദര്യാശ്രമത്തിങ്കിലേക്കാണ്. എന്നാൽ ഞാനും അങ്ങോട്ടു തന്നെയാണ്. എന്നാൽ അത് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടോ? ഉണ്ട്, ഞാൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾ കൃപയുണ്ടായി എന്നെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ബ്രാഹ്മണർ ചോദിച്ചു, ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കാണുമെന്ന് അങ്ങോട്ട് ആരാണ് പറഞ്ഞു തന്നത്? അതു ഞാൻ പറയുകയില്ല. നിങ്ങൾ അതിനായി എന്നോട് നിർബന്ധിക്കുകയും അരുത്. ഇപ്രകാരം ആ ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ മറ്റേ ബ്രാഹ്മണർ കുറച്ചു നേരം കഴിഞ്ഞു പറഞ്ഞു, ആട്ടെ, കാര്യമൊക്കെ മനസ്സിലായി. അങ്ങേക്ക് ഈ കൗശലം ഉപദേശിച്ചു തന്നയാൾക്ക് അധപതനം വന്നു പോട്ടെ. നേരിട്ടു കണ്ടുപോയതുകൊണ്ട് ഇനി അങ്ങേ ഉപേക്ഷിച്ചു ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല. അതിനാൽ കൊണ്ടുപോകാം. കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെ തൊട്ടോളണം. ഇങ്ങനെ ബ്രാഹ്മണരുടെ വാക്കു കേട്ടയുടനെ ആ ബ്രാഹ്മണൻ അപ്രകാരം ചെയ്തു. മാത്ര നേരം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നോളാൻ പറഞ്ഞു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ 3 പേരും ബദര്യാശ്രമത്ത് ഒരു ഗൃഹത്തിങ്കൽ എത്തിയിരിക്കുന്നു. ഉടനെ ആ ദിവ്യന്മാരായ ബ്രാഹ്മണർ പറഞ്ഞു, ഇതാ ഈ ഗൃഹത്തിനകത്ത് ഒരാൾ മരിക്കാറായി ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങയുടെ അപ്പനാണ്. അങ്ങയുടെ ഒരപ്പൻ കാശിക്ക് പോയിട്ടുള്ളതായി ഓർക്കുന്നുണ്ടല്ലോ. അദ്ദേഹം തന്നെയാണിത്. അദ്ദേഹം ഗംഗാസ്നാനം കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ഇവിടെ വന്നു ചേർന്നു. പിന്നെ വളരെ കാലമായി ഇവിടെ ശാന്തി കഴിച്ച് താമസിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മരണസമയം അടുത്തിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാനായി വന്ന വിഷ്ണുദൂതന്മാരാണ്. അരനാഴികയ്ക്കകം ഞങ്ങൾ കൊണ്ടുപോകും. അതിനു മുമ്പേ കാണണമെങ്കിൽ കണ്ടോളണം. ഇങ്ങനെ ആ ബ്രാഹ്മണ വേഷം ധരിച്ചിരുന്ന വിഷ്ണുദൂതന്മാരുടെ വാക്കുകേട്ട് ബ്രാഹ്മണൻ അകത്തു കടന്നു നോക്കിയപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്റെ അപ്പൻ ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു. മരിക്കാറായി കിടക്കുന്ന ബ്രാഹ്മണന് ബോധം കെട്ടിട്ടില്ലാത്തതിനാൽ തന്റെ പുത്രനെ കണ്ടപ്പോൾ ആളറിയുകയും ചെയ്തു. ഏകാകിയായി പരദേശത്ത് താമസിക്കുന്ന ഒരാൾ അത്യന്തം അവശതയിൽ കിടക്കുന്ന സമയം തന്റെ അടുത്ത അവകാശിയായ ഒരാളെ വിചാരിച്ചിരിക്കാതെ പെട്ടെന്നു കാണുവാൻ സംഗതിയായാൽ ഉണ്ടാകുന്ന സന്തോഷം അളവില്ലാത്തതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ വൃദ്ധ ബ്രാഹ്മണൻ തന്റെ ഭ്രാതൃപുത്രനെ കണ്ടയുടനെ താൻ വളരെ കാലമായി സംഖ്യയില്ലാതെ സമ്പാദിച്ച് ജാളികകളിലാക്കി കെട്ടിവെച്ചു പൂട്ടിയിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ തലയിണയുടെ താഴെ വെച്ചിരിക്കുന്നിടത്തു നിന്ന് കയ്യിലെടുത്തു കൊടുത്തു. ഉടനെ പ്രാണനും പോയി. ബ്രാഹ്മണൻ അപ്പന്റെ സംസ്കാരം മുതലായവ യഥാക്രമം കഴിച്ചതിന്റെ ശേഷം തനിക്കു കിട്ടിയ അപരിമിതമായ ദ്രവ്യം കൊണ്ട് തന്റെ ഗൃഹത്തിൽ വന്നു ചേർന്നു. ഉടനെ ഭട്ടതിരിയെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. വിഷ്ണുദൂതന്മാർ അധപതനം വന്നു പോകട്ടെ എന്നു തന്നെ ശപിച്ചു എന്ന് കേട്ടപ്പോൾ ഭട്ടതിരി, അത്രേ ഉള്ളോ? അതു ഞാൻ മുമ്പേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. താൻ എഴുതി വെച്ചിരിക്കുന്ന ജാതകമെടുത്ത് ബ്രാഹ്മണനെ കാണിച്ചു. ബ്രാഹ്മണൻ എല്ലാം കൊണ്ടും ഭട്ടതിരിയെ കുറിച്ച് വിസ്മയിച്ച് തന്റെ ഗൃഹത്തിൽ വന്ന് സുഖമായി വസിച്ചു. തന്റെ അധപതന ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭട്ടതിരിയും ഇരുന്നു. പാഴൂർ ഭട്ടതിരിയുടെ ബാക്കി കഥ അടുത്ത ശനിയാഴ്ച കേൾക്കാം.